നല്ല മൂവിയായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് ഞാൻ അറിഞ്ഞിട്ട് വെച്ചിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ തിയേറ്ററാണ്. ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ്. പക്ഷെ അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ നമുക്ക് ആത്മീയമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക. പിന്നെ അനാവശ്യമായ ബീജിയും കുത്തിക്കയറ്റുകളോ ഒന്നുമില്ലാത്ത നല്ലൊരു ഇങ്ങനെ മൂവി എടുത്ത് ഈ ഡയറക്ടർക്കും ഈ ഒരുപാട് പെൺകുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് വാച്ചാണ്. ചിരിക്കാനുണ്ട്. എന്താ നമ്മൾ ഇവിടെ പലർക്കും അനുഭവിക്കുന്ന ഓരോരോ കഷ്ടപ്പാടുകൾ ഇതിലൂടെ പറയുന്നു. കണക്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഫെമിനിറ്റി എന്തായാലും പൊളിച്ചു. ഉസ്താദിനോട് പറയാനുള്ളത്, ഉസ്താദ് ഇത് നേരത്തെ മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ ആൾക്കാർ ഇപ്പോൾ തള്ളി തുടങ്ങി. ഉസ്താദ് ഇപ്പോഴേലും മനസ്സിലാക്കിയത് നന്നായി. കാരണം ഇതേപോലത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇതേപോലെ ആൾക്കാർ സ്വന്തം അമ്മകളെയും സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യമാരെ അടിച്ചു താഴ്ത്തുന്ന അപ്പന്മാരും ഭർത്താക്കന്മാരും ഉണ്ട്. അവരോട് ഈ സിനിമ ശരിക്കും ഒരു പാഠമായിരുന്നു. ആൻഡ് ഭാര്യ ഇല്ലാത്ത സമയത്ത് ഭർത്താവ് എന്തൊക്കെയോ കഷ്ടപ്പെട്ടു. ഒരു കുക്കർ തുറക്കാൻ അറിയാത്ത ഒരു ആരാടേ ഈ കെട്ടോനാവാനുള്ള അധികാരം ഉണ്ട് അതിനൊക്കെ. അല്ല ബ്രോ, നമ്മളെ എപ്പോഴും ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർ അംഗീകരിക്കും. പക്ഷേ ഫെമിനിറ്റി എന്ന് പറയുമ്പോൾ ആൾക്കാർ കളിയാക്കുന്ന ഒരു ടൈമല്ലേ ഫെമിനിറ്റി എന്ന് പറയുന്നത്. ഫെമിനിറ്റി എന്ന് പറയുന്ന കളിയാക്കൽ കാരണം അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അവർക്ക് ഫെമിനിസം ശരിക്കും എന്താണെന്ന് അറിയത്തില്ല. ഈ ഫെമിനിസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെയാണ്. ചില ആൾക്കാരുണ്ട് ഫെമിനിസം എന്താണെന്ന് അറിയാതെ കൂടെ കുറേ വിളമ്പുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതാണ് ശരിക്കുള്ള ഫെമിനിസം. ഫെമിനിറ്റി ഈ സിനിമ അറിയാതെ ഫെമിനിറ്റി കളിയാക്കലല്ല. ഇപ്പോൾ ഫെമിനിറ്റി എന്ന് പറയുന്നത് തന്നെ ഫെമിനിസത്തിനെ പോലെ അത്രയും ലെവലുള്ള ഒരു ടേം ആയിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എന്ത് തിയേറ്ററിൽ വരാൻ വൈകി എന്നുള്ള ചോദ്യം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വന്നത്. IFKയിൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തിയേറ്ററിൽ വരാം. ഫെസ്റ്റിവൽ മൂവീസ് എപ്പോഴും നമുക്കിങ്ങനെ ഭയങ്കര ഒരു വേല് തിയേറ്റേഴ്സിലേക്ക് വരാറില്ലല്ലോ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എന്നുള്ള ആട്ടമാണ് IFKയിൽ വന്ന് പിന്നെ തിയേറ്ററിലേക്ക് കണ്ടിട്ടുള്ള ഒരു ഗംഭീര പടം. അതിനു മുമ്പ് കൃഷാന്തേട്ടൻ്റെ പടം കണ്ടു. അതിനുശേഷം ഞങ്ങളുടെ പടം വന്നു എന്നുള്ളത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പിന്നെ ഫെമിനിസ്റ്റ് പാർട്ടിനെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ആളുകൾക്കും പെണ്ണുങ്ങൾക്കും ഇഷ്ടമായി. ഫെമിനിസം എന്ന് പറയുമ്പോൾ എപ്പോഴും പെൺകുട്ടികളെ മാത്രം പറയുന്നൊരു കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു പറയാറുണ്ട്. മൊത്തത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇഷ്ടപ്പെട്ടു. വൻ വിജയമാണോ? തകർത്തിട്ടുണ്ടല്ലോ എല്ലാവരും. എന്തെങ്കിലും കണക്ട് കണ്ട് പടം കാണാൻ നേരത്തെ എന്തെങ്കിലും കണക്ട് ആയോ അത് ലൈഫുമായിട്ട്? ഇപ്പോഴത്തെ എനിക്കറിയില്ല. നല്ല പടം, നല്ല സൂപ്പർ പടമാണ്. നല്ല സ്റ്റോറി ഉണ്ട്. അതെല്ലാവരും കാണണമെന്നാണ്. മറ്റേ സ്ത്രീ പ്രേക്ഷകർ കൂടുതൽ വന്ന് കാണണമെന്നുണ്ടോ? ഒരുപാട് ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ സൈഡിലൊക്കെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. എങ്ങനെയായിരുന്നു ഫെമിനിറ്റി ആയിരുന്നുണ്ട് ഇതൊക്കെ? ഫെമിനിറ്റിയൊക്കെ അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കേരളത്തിലുള്ള സ്ത്രീകളൊക്കെ ഇത് കാണണം, അല്ലെ ഭർത്താക്കന്മാരൊക്കെ ഇത് കാണണം എന്ന് തോന്നിയ പടം കാണണല്ലേ? ശരിക്കും ഇത് സ്ത്രീകളാണ് കാണേണ്ടത്, പുരുഷന്മാരാണോ ഇത് കാണേണ്ടത്? പുരുഷന്മാര്. അമ്മയ്ക്ക് തോന്നിയൊരു ഫെമിനിറ്റി ആയാലെന്ന് തോന്നിയോ? ശരിയാണ്. ഫാത്തിമയുടെ ഫെമിനിസം എങ്ങനെ വർക്കാവോ? ഉറപ്പായിട്ട് വർക്കാവും. നമുക്ക് ഞാൻ പൊതുവെ മലബാർ ഏരിയയാണ്, മലപ്പുറമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നല്ലപോലെ. ഫാത്തിമ എങ്ങനെ ചിരിപ്പിക്കുകയോ ചിന്തിപ്പിക്കുമോ? ചിരിപ്പിക്കും ചിന്തിപ്പിക്കും, രണ്ടും ഉണ്ട്. രണ്ടും കൂടെയാണ് ഫാത്തിമ. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നതാണോ? ഫാമിലി ആയിട്ടൊക്കെ തീർച്ചയായും വന്ന് കാണണം. കാരണം ഒന്നുകൂടി ഫാമിലി ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇതേപോലെ ഒരുപാട് ഫാത്തിമ നമ്മളെ മക്കളൊക്കെ മുൻകൂട്ടിയെ തന്നെയാണ് അതിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മനസ്സിലാവും. ശരി. ഫാത്തിമ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. എല്ലാ ഫാമിലിയിലും ആളുകളിലേക്കൊക്കെ എത്തേണ്ട സിനിമയാണ്. കുഞ്ഞു ആശയങ്ങളല്ല, എന്താ പറയുക, മൊമെന്റ്സിലൂടെ ഒരു ജീവിതത്തിലൂടെ ഒരു വലിയ
ഫാത്തിമമാരുണ്ട്. കാരണം അല്ല കേരളത്തിൽ ഇതുപോലത്തെ ഒരുപാട് ഫാത്തിമമാരുണ്ട്. ഇത് കാണുമ്പോൾ കേരളത്തിലൊന്ന് ആലോചിക്കുക, എത്രയോ ആളുകൾ ഇങ്ങനെ ജനിച്ച് മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്രയോ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ തന്നെ ജീവിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓരോന്നിനെയും പുതുമയോടുകൂടി കാണുന്ന എത്ര ആൾക്കാരെ നമ്മുടെ ചുറ്റിനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഈ ഇന്റർനെറ്റ് വന്നതോടുകൂടിയുള്ള ഒരു ചേഞ്ചസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവരൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ഒരു രസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാത്തിമയുടെ ഒരു ഗ്രാഫും ഒപ്പം അഷ്റഫിന്റെ ഒരു ഗ്രാഫും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്നാലും ഫാത്തിമയുടെ ഫെമിനിസം കേരളത്തിൽ മുഴുവൻ വർക്കൗട്ട് അല്ലേ? എല്ലാവരും കാണട്ടെ, എല്ലാവരും കണ്ട് സംസാരിക്കട്ടെ. അത് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് വീട്ടിൽ നിന്നാന്ന് പറയുന്ന പോലെ നല്ല നല്ല കാര്യങ്ങളും ഒരു ഷെയറിങ് അല്ലെങ്കിൽ എന്താ ഒരു പാർട്ട്ണർഷിപ്പ്, ആ പരിപാടികളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു ചേഞ്ചസ് ഉണ്ട്. അവർ സംസാരിക്കുമ്പം പുള്ളിക്കാരെ നോക്കി നിൽക്കുന്ന നോട്ടങ്ങളൊക്കെ ഉണ്ട് ചില മൊമെന്റിൽ. അതെല്ലാം ആൾക്കാർ കാണേണ്ടതാണ്. സോ ഫ്യൂച്ചറിൽ എന്തായാലും ഇതൊക്കെ മാറും, ഉറപ്പാണ്. ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ മാറാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചർച്ച ചെയ്ത് ഇതൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ കയറാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയല്ലേ. ആൻഡ് ഇതിനകത്ത് ആക്ട്രസ് ഷംല എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. എത്രയോ വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു റിയാലിറ്റി ഷോ